ഈ നാദൃഷൊക്കെ പറയായിരുന്നു, നാദൃഷൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്നു ഒരു വിദേശ യാത്രയ്ക്ക് കൊണ്ടുപോകാൻ. മമ്മി സെഞ്ചുറി വിദേശത്ത് കൊണ്ടുപോവാണ് നിങ്ങളെയൊക്കെ. ആ രണ്ടുപേര് മണിച്ചേട്ടന്റെ കൂട്ടത്തിൽ അന്ന് ഇന്റർവ്യൂവിന് പോയി ഓൾറെഡി ഫസ്റ്റ് ഇന്നായ ആള് ടിനിച്ചേട്ടൻ. അല്ല, ഞാൻ മാനേജ്മെന്റ് കോട്ടയായിരുന്നു. കാരണം മമ്മിക്കയുടെ സെഞ്ചുറി എന്ന് പറഞ്ഞ ട്രൂപ്പിലുള്ള ആളാണ്. അപ്പൊ അതില് ഞാൻ മനോജ് ഗിന്നസ് ഉണ്ണി. അപ്പൊ ഫസ്റ്റ് മനോജിനാണ് പുറത്തേക്ക് പോകാൻ ചാൻസ് കിട്ടിയത്. KP ഉമർ സാറ്, സുധീഷ് കോഴിക്കോട്, അവരൊരു ടീമില്. അപ്പൊ അടുത്തത് ഞാനാണ് വെയിറ്റിംഗ് ലിസ്റ്റില്. അപ്പൊ എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്തും എന്നുള്ള അറിയാം. എന്നാലും നമ്മുടെ ഇതിനിടെ പ്രേക്ഷകരോട് ഈ സമയത്ത് ഒന്ന് ഗൾഫിൽ പോയിട്ട് വന്നാൽ അതിന്റെ പേരിൽ 4 പരിപാടി എക്സ്ട്രാ കിട്ടുന്ന കാലമാണ്. ആലൊന്നുമല്ല, നമ്മള് വേറെ ലെവലിലേക്ക് പോകുന്ന ട്രൂപ്പിന്റെ പരസ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന ട്രൂപ്പ് വിദേശ പര്യടനത്തിന് ശേഷം തിരിച്ചെത്തി എന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ പരസ്യം വരുന്ന സമയമാണ്. അപ്പൊ എന്ന് പറഞ്ഞാല് 18-19 വയസ്സിലൊക്കെയാണ് നമ്മൾ പോകുന്ന ചാൻസ് കിട്ടുന്നത്. അപ്പൊ മനോജ് പോയപ്പോ നമ്മളൊക്കെ കൊതിയോടെ, കാരണം ചന്ദ്രനിലേക്ക് വിടുന്നത് പോലെയാണ് നമ്മൾ ആഘോഷമാണ്. കാരണം ഒരിക്കലും ചാൻസ് കിട്ടില്ല നമ്മളെ പോലെയുള്ളവർക്ക്. കാരണം അത് സ്ഥിരമായിട്ട് പോകുന്നത് ആ BKയുടെ ടീം, നാദൃഷിക്ക് ആ ടീമൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ജയറാമേട്ടന്റെ ടീമൊക്കെയാണ് പോയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ടീമിൽ അങ്ങനെ മനോജ് പോയിട്ട് വരുന്നത് ഞാനാണ്. അപ്പൊ നിനക്കൊരു സംഭവം റെഡിയാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഗൾഫിൽ എന്ന് പറഞ്ഞപ്പോ നമ്മള് അത് കിട്ടുക. ആ കാലഘട്ടത്തിൽ ആരും പോയിട്ടില്ല. അങ്ങനെ നാദൃഷിക്ക, സിദ്ദിഖ അങ്ങനെ ഉള്ളവരെ വന്നു ചേരുന്നു. എറണാകുളത്ത് ചാന്ദിനി പാർക്ക് അവിടെ ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവിടെ ബസ്സിന് ചെല്ലുമ്പോൾ മണിച്ചേട്ടൻ ഉണ്ട്. മണിച്ചേട്ടൻ ഈ കുരങ്ങന്റെ സംഭവമൊക്കെ ചെയ്യുന്നു. പക്ഷെ മണിച്ചേട്ടനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് അവിടെയല്ല, കലാഭവനിൽ. എൻ്റെ അമ്മയുടെ വീട് കലാഭവന്റെ തൊട്ടു പിന്നില്ല. അപ്പൊ ഏതൊരു കലാകാരന്റെ ആഗ്രഹം കലാഭവന്റെ ബോർഡ് വെച്ച ആദ്യത്തെ സ്വപ്നം എന്ന് പറഞ്ഞാൽ അതാണ്, കലാഭവന്റെ ബോർഡ് വെച്ച വണ്ടി പോകണമെന്നാണ്. അവിടെ ഞാൻ അങ്ങനെ ഇന്റർവ്യൂവിന് വന്നപ്പോൾ മണിച്ചേട്ടനാണ് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തതാണ്. ഇത് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് മണിച്ചേട്ടൻ. അപ്പൊ അവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മൃദംഗം, സ്ട്രിങ്സ് ഒക്കെ, മിമിക്സ് ഗാനമേള തുടങ്ങിയിരിക്കുന്ന കാലഘട്ടം. അപ്പൊ അതിനുള്ള ആൾക്കാരാണ് വേണ്ടത്. ഞാനാണെങ്കിൽ ഫിലിം സ്റ്റാർസ് മാത്രം ചെയ്യുള്ളൂ. അപ്പൊ എന്റെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് മണിച്ചേട്ടൻ പറഞ്ഞാൽ വേറെ ആളുടെ അടുത്തേക്ക് വിടാന്ന് പറയുമ്പോഴാണ് KS പ്രസാദിന്റെ എൻട്രി. വേറൊരു അവിടുത്തെ പ്രിൻസിപ്പളാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ പറഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ടത് ഈ സ്ട്രിങ്സ് ഒക്കെ വായിക്കുന്നത്, എന്തായാലും നമ്പർ തന്നോന്ന് പറഞ്ഞ് നമ്പർ മേടിച്ചു വെച്ചു. ഇതിനുശേഷം മണിച്ചേട്ടൻ, അന്നൊന്നും മൊബൈൽ ഫോൺ ഇല്ലല്ലോ. എൻ്റെ വീടിന്റെ അടുത്തുള്ള സ്ഥലത്തേക്ക് ഫോൺ, എൻ്റെ വീട്ടിൽ ഫോണുമില്ല, അടുത്ത വീട്ടില് മണിച്ചേട്ടന്റെ ഫോണാ. എടാ സീരിയലിൽ നിനക്കൊരു ചാൻസ് തരാം. സീരിയൽ എന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര സംഭവമാണ്. അത് നേരെ കോടാമ്പക്കത്തേക്ക് പോണതിലാണ്. അപ്പൊ വിനോദശാല എന്ന് പറഞ്ഞ സീരിയലാണ്. ഭയങ്കര കത്തി വന്നേക്കാം. അതിൽ ക്യാപ്റ്റൻ രാജുവിന്റെ മോനായിട്ടാണ്. നിനക്ക് അതിന്റെ ഒരു രൂപമുണ്ട്. അന്ന് മീശയൊന്നുമില്ല എനിക്ക്. ഞാൻ അങ്ങനെ ആറ്റിങ്ങില് GS വിജയന്റെ ഇതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പ്രൊഡ്യൂസറിന്റെ മോനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ്. അപ്പൊ കലാഭവനിന്ന് ഒരു പ്രാവശ്യം തെറിച്ച്, അത് കഴിഞ്ഞ് ഇതും തെറിച്ച്. അപ്പൊ മണിച്ചേട്ടൻ പക്ഷെ ഭയങ്കര ഇഷ്ടമുണ്ട് എന്നോട് ഉൾപ്പെടുത്തണമെന്നുള്ളത്. അങ്ങനെയാണ് പിന്നെ ഈ മൂന്നാമത്തെ സംഭവത്തിൽ മാനേജ്മെന്റ് ഹോട്ടൽ മാനേജ്മെന്റ് ഹോട്ടലിൽ കയറുന്നത്. അന്ന് ഇതിന്റെ കാസറ്റ് പിന്നീട് നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും ആക്ച്വലി ഞാനല്ല ഇന്റർവ്യൂ ഉണ്ടാവുക, സിദ്ദിഖയാണ്. സിദ്ദിഖയുടെ ലീഡർഷിപ്പിൽ പോണ ഷോ അല്ലേ. സിദ്ദിഖ പറഞ്ഞടാ മിമിക്രി ഞാൻ ആരെ പറഞ്ഞിട്ടല്ലോ അവർക്ക് വിഷമവും, നീ ഒന്ന് ചെയ്തു, ശാപവും കിട്ടാൻ നിങ്ങൾ. അതാണ്. പക്ഷെ എന്നിട്ട് മണിച്ചേട്ടൻ എന്നൊരു ചെയിൻ സോങ് പാടുകയും അതിൽ നിങ്ങൾ സ്റ്റേജിൽ വെറുതെ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അതിപ്പോ നിങ്ങൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത് ഇപ്പൊ ആ കാസറ്റ് കണ്ടാൽ നിങ്ങളെ മനസ്സിലാവൂല. അതുകൊണ്ടാണ് അതായത് ഇല്ല, മനസ്സിലായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. മണിച്ചേട്ടൻ അതിനകത്ത് നിന്നിട്ട് എന്തോ ഈ ഒരു വീട്ടുക്ക് വാസപ്പടി വേണോ ആ നടന്ന പാട്ട് പാടുമ്പം ടിനിച്ചേട്ടൻ ഡാൻസ് കളിക്കുന്നതാണ്. അപ്പൊ ഈ മണിച്ചേട്ടന്റെ ഒരു കാര്യം, മണിച്ചേട്ടൻ ഒരു ലൈഫ് ജാക്കറ്റ് പോലെയാണ്. നമ്മളിപ്പോ സ്റ്റേജിൽ ഇപ്പോഴൊക്കെ നമ്മൾ ചില ഷോയ്ക്ക് പോകുമ്പോ നമ്മളൊരു ഓർഡർ ഇട്ടു, ഷോ നടക്കുന്നു. ഒരു ഷോയിൽ എന്തും സംഭവിക്കാമല്ലോ. ജനറേറ്റർ കേടാവാം, ഒരു പല അപകടങ്ങൾ എന്ത് വേണേൽ സംഭവിക്കാം. ഈ മണിച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ ഒരു ധൈര്യം എന്താ പറയുക, മണിച്ചേട്ടൻ നമുക്ക് ഏത് സമയത്ത് സ്റ്റേജ് എങ്ങനെ കയറ്റി വിട്ടാലും ഒരു മൈക്ക് ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് കളം പിടിച്ച് പാട്ട് പാടണോ. പക്ഷെ ഈ ഷോന്റെ ഏറ്റവും തുറുപ്പിച്ചിട്ട് മണിച്ചേട്ടനായിരുന്നു. ഇവരിങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഫസ്റ്റ് റിഹേഴ്സലിൽ പുള്ളിയുടെ കാലൊളിങ്ങി, ഓർക്കണ്ട, കാലൊളിങ്ങിയിട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ പുള്ളി സാധാരണ എന്ന് പറഞ്ഞാല് ഞാൻ പറയുന്നത് വരെ കൂലിപ്പണി ചെയ്യുന്ന ഒരു കലാകാരൻ ഉഴുതുമറിക്കാനാണ് സ്റ്റേജിലേക്ക് ഇറങ്ങുന്നത്. എല്ലാവരും മേക്കപ്പ് ഇട്ട് റെഡി ആകുമ്പോൾ പുള്ളി വാമപ്പ ചെയ്യണത്. കാരണം കുരങ്ങനെ ആനയൊക്കെ ചെയ്യണം. അപ്പൊ വേർത്തൊലിച്ചിട്ടാണ് ഇറങ്ങി വരുന്നത്. അപ്പൊ ആ മനുഷ്യൻ ആ വേദനയും വെച്ചിട്ടാണ് അന്ന് സ്റ്റേജ്. അല്ല, വേറെ കാര്യമുണ്ട് പിഷു. സ്റ്റേജിലേക്ക് മണിയുടെ എൻട്രി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സിദ്ദിഖ കൈതപ്പുഴ കായലിലേ ഊഹു ആ പാട്ട് പാടി തീരുമ്പോ ഓഹോ എന്ന് പാടി തീരുമ്പോഴേക്കും ഓഡിയൻസിന് ഓഹോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കള്ളിമുണ്ടും കുത്തി ചാടി കയറും. ഒരു 2-3 സ്റ്റേജിൽ ആദ്യത്തെ ആൾക്കാർ പിടിച്ചു നിർത്തി. എങ്ങടാ പോണേന്ന് ചോദിച്ചു. അറിയില്ല, ആർട്ടിസ്റ്റ് മുഖപരിചയം അറിയില്ല. അവനെ പിടിച്ചു നിർത്തി.
പിടിച്ചു നിർത്തി. ഒരു എനിക്ക് തോന്നുന്ന റാസൽ കൈമല്ല എവിടെ ഒരു പബ്ലിക് ഫുൾ അത്യാവശ്യം ഓപ്പൺ എയർ സ്റ്റേജിൽ കയറ്റി വിടാണ്ട് മണിയെ തടഞ്ഞു നിർത്തിയല്ല, ഇടിച്ചു പിടിച്ചു ആൾക്കാർ ഇടിച്ചിട്ട്. അതിനുശേഷമാണ് ഈ കുടിയന്മാര് പുറത്തുനിന്ന് കയറുന്ന ഒരു ഐറ്റം തന്നെ ഉണ്ടാക്കിയത്. ഈ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ ശക്തി ഉണ്ടല്ലോ, ശക്തിയുടെ ഒരു വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു മണിച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം. ഞാനൊരിക്കലും അദ്ദേഹത്തിന്റെ കൂടെ പോയിട്ടിരിക്കുമ്പോൾ ടപ്പേന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങി. അപ്പം മണിച്ചേട്ടൻ ഇച്ചിരി മെലിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മണിച്ചേട്ടൻ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു അവസാന കാലഘട്ടത്തിന് തൊട്ട് മുമ്പ് ശരീരം ചെറുതായി ഒട്ടി ശരീരം ഒട്ടി അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹത്തിന് അതൊരു സങ്കടമൊക്കെ ഉണ്ടെങ്കിലും എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി ഉടനെ ഒരാൾ വന്ന് മണിച്ചേട്ടന് ഷെയ്ക്കാൻഡ് കൊടുക്കുന്നു. നമ്മളെ സ്വീകരിക്കാൻ ഞങ്ങൾക്കൊക്കെ പൂ തന്നു. മണിച്ചേട്ടന് ഷെയ്ക്കാൻഡ് കൊടുത്തിട്ട് എന്നാ പറ്റി മണി ഓഞ്ഞു പോയല്ലോ എന്ന് ചോദിച്ചു ഇയാള്. എന്ത് ചോദ്യമാണ് ഇത്! ചില ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ. മണിച്ചേട്ടന് നമ്മളൊന്നും നമ്മുടെ റിയാക്ഷൻ ഒന്നുമില്ല, ഇങ്ങനെ അയാളുടെ കയ്യേൽ ഇങ്ങനെ ഒരു പിടി പിടിച്ചിട്ടുണ്ടല്ലോ. അയാള് എന്നും പറഞ്ഞിട്ട് എയർപോർട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പിടി പിടിച്ചിട്ട് ശക്തി എന്ന് പറയുന്നതേ. അല്ല, ആ ഒരു കൈ എനിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. കാരണം അത്രയും കൈ പിടിച്ചു കഴിഞ്ഞാൽ അത്രയും ബലമുള്ളൊരു കൈ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് നമ്മുടെ സ്റ്റേജിന്റെ ബാക്കിൽ ഇങ്ങനെ ഷീറ്റ് മറയ്ക്കുമല്ലോ, അലുമിനിയം പോലത്തെ ഒരു സ്റ്റീൽ പോലത്തെ ഷീറ്റ് ഇട്ടിട്ട്. അപ്പൊ അതിൽ പരിപാടി നടക്കുമ്പോൾ ഞങ്ങൾ പരിപാടി കഴിഞ്ഞപ്പോ ഒരാള് ഈ ഷീറ്റിന്റെ ഇടയിൽ കൂടെ നമ്മളെ തെറി പറയുന്നുണ്ട്. മണിച്ചേട്ടൻ അവരൊക്കെ നിൽക്കുമ്പോ അതായത് നമ്മള് ആരൊക്കെയോ വലിയ ആർട്ടിസ്റ്റുകൾ ഇവൻ ഇതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് അതിന്റെ ഇടയിൽ ഇങ്ങനെ കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് ഓടും. തെറി പറയുന്ന ഒരുത്തർ കുടിച്ചിട്ട്. മണിച്ചേട്ടൻ അവിടെ ഇങ്ങനെ പമ്മി നിന്നിട്ടോ. അടുത്ത തവണ ഇവൻ വന്ന് തെറി പറയലും കൈ അതിനകത്തേക്ക് ഇടുന്നു. നമ്മൾ നോക്കുമ്പോ അവൻ ഗ്രീൻ റൂമിൽ നിൽക്കുക. അവനെ അതിന്റെ ഇടയിൽ കൂടെ അകത്ത് വെച്ചേക്കും. മണിച്ചേട്ടൻ എന്താണ് തെറി പറയണേ എന്ന് ചോദിച്ചിട്ട് പിടിച്ചു നിൽക്കുകയാണ്. നമ്മളൊരു ഷോയ്ക്ക് പോയപ്പോ ദിലീപും ബാക്കി ഞങ്ങളൊക്കെ ഉണ്ട് പോയി സ്റ്റേജിന് ഇതുപോലെ ഗ്രീൻ റൂമിൽ വന്ന് എന്തോ പ്രശ്നം ഉണ്ടാക്കി കൊടുത്തന്നെ ഞങ്ങൾ ഗ്രീൻ റൂമിൽ നിന്ന് പറഞ്ഞു വിട്ട്. അവൻ ഓഡിയൻസിൻ്റെ അവിടെ ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ ഈ പാട്ട് പാടിയിട്ട് ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഇറങ്ങുമല്ലോ. ഞാൻ ഏതോ തമിഴോ ഹിന്ദിയോ ഏതൊക്കെ പാടിയിട്ട് ഓഡിയൻസിൻ്റെ ഇടയിൽ ഇറങ്ങി ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ ഒരുത്തൻ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ചെവിയിൽ അധികം ഷൈൻ ചെയ്യലടാ ബീപ്പിട്ട് ഒരു സാധനം പറഞ്ഞു. അപ്പം നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുമല്ലോ നമ്മുടെ ചെവിയിൽ ഒരുത്തൻ തെറി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാനത് കയറി അപ്പോഴേക്കും മണി അടുത്ത സ്കിറ്റിന് കളിക്കാൻ വേണ്ടിയിട്ട് എന്തോ കള്ളി കൊണ്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് സ്റ്റേജിൻ്റെ സൈഡിൽ. അപ്പോൾ ഈ കൂട്ടുകാർക്ക് തമ്മിൽ മുഖത്തോട് മുഖം നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. ഞാൻ പാടി കയറി ഇങ്ങനെ വന്നപ്പോൾ എന്തൊക്കെയാടാ എന്ന് വെച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അവൻ തെറി പറഞ്ഞു പറഞ്ഞു. ഇപ്പോൾ ഈ പാട്ട് കഴിഞ്ഞിട്ട് എൻ്റെ സ്കിറ്റല്ലേ, സ്കിറ്റ് വേണ്ട. അപ്പോൾ വേറെ ആൾ പാടിക്കൊണ്ടിരിക്കുകയുണ്ട്, ഫീമെയിൽ ഒരാൾ. എൻ്റെ പാട്ടിടും, നാടൻ പാട്ടിടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ സ്കിറ്റ് കളിക്കാൻ. എടാ നാടൻ പാട്ടിന് കള്ളിമുണ്ട് മതി, നീ എൻ്റെ പാട്ട് അനൗൺസ് ചെയ്യിപ്പിക്കും. അങ്ങനെ മണിയുടെ പാട്ടിട്ട് എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ സ്റ്റേജിൻ്റെ ഇവിടെ നിന്നോളാം, എന്നിട്ട് ഞാൻ അവിടെ ഇറങ്ങുമ്പോൾ നീ കാണിച്ചു തന്ന ആളെ. അങ്ങനെ മണി ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് എൻ്റെ അടുത്ത് ഓഡിയൻസിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഒരു തന്നെ കാണിച്ചിട്ട് ഇതാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവിടുന്ന് തിരിച്ചറിയൽ ഗാനമേള നടന്നുകൊണ്ടിരിക്കണേണ്ടല്ലേ. ഞാൻ അവിടുന്ന് സ്റ്റേജിൻ്റെ സൈഡിൽ നിന്നിട്ട് മറ്റേ അല്ല അപ്പോഴേക്കും ഇവനെ അടുത്ത റോയിൽ പോയി മീൻകാരി പെണ്ണിനെ അങ്ങനെ കിട്ടി, സാധനത്തിനെ കിട്ടി. ഞാൻ പറഞ്ഞു ഇതാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കാണുന്നത് ഓഡിയൻസ് കാണുമ്പോൾ അയാളെ സ്നേഹത്തോടു കൂടി കെട്ടിപ്പിടിച്ച് മണി ഡാൻസ് കളിക്കുന്നുണ്ട് ഇങ്ങനെ. പക്ഷെ അവന്റെ കഴുത്തിലെ അതേ സീൻ ചോര തുപ്പിക്കൊണ്ടിരിക്കുന്ന ഈ കൈയുടെ ഇടയിലൊക്കെ അവന്റെ കഴുത്ത് വെച്ചിട്ട് ഡാൻസ് കളിക്കുക. ഡാൻസ് കളിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്, ഇങ്ങനെ മുട്ട് ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. അടിനാഭിക്കുണ്ട് ഇവിടെ ഉണ്ട്. ഇതെല്ലാം കഴിച്ചിട്ട് കയറി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അളിയാ ഓക്കെ. ഇത് പിന്നീട് ബെൻ ജോൺസൺ എന്ന് പറയുന്ന സിനിമയിലെങ്ങാണ്ട് പുള്ളി ചെയ്തിട്ടുണ്ടല്ലേ. നമ്മൾ ഈ പറഞ്ഞു വരുന്നത് അദ്ദേഹം നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്ന ഒരു വില, സുഹൃത്തുക്കൾക്ക് ഒരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ ഓടിയെത്തുന്നത് അല്ലെങ്കിൽ സഹായം ചെയ്യുന്നത്, വിളിച്ചന്വേഷിക്കുന്നതിനൊന്നും ഒരു ലിമിറ്റ്ലെസ് ആണ്. ബാക്കി എല്ലാവരും ചെയ്യും, സഹായം ചെയ്യുമെന്ന് വെച്ചപ്പോൾ നിങ്ങളോ ഞാനോ ഒക്കെ എല്ലാവരും ചെയ്യും. പക്ഷെ നമുക്കൊരു പരിധി ഉണ്ടാവും, ഏതോ ഒരു പോയിന്റിൽ ഇതിനൊരു പരിധി നിർത്തും. പക്ഷേ പരിധികളില്ലാതെ ആളുകളെ സ്നേഹിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പം നാദർഷിക്ക ഞാൻ നമ്മുടെ ആമുഖത്തിൽ പറഞ്ഞ നാടൻ പാട്ടുകൾ ചേലിൽ പാടുന്ന മണിയന്റെ നല്ലൊരു ഫ്രണ്ടാ. നാടൻ പാട്ടുകൾ ചേലിൽ പാടണ മണിയന്റെ നല്ലൊരു ഫ്രണ്ടാ എന്ന് ചിരിക്കുന്ന ഫ്രണ്ടാ, എണ്ണക്കറുപ്പുള്ള ഫ്രണ്ടാ എന്ന് ചിരിക്കുന്ന ഫ്രണ്ടാ, എണ്ണക്കറുപ്പുള്ള ഫ്രണ്ടാ. നാലാള് കൂടുമ്പോ
നാണിച്ചിരിക്കാതെ നർമ്മം വിതയ്ക്കുന്ന ഫ്രണ്ടാ. നാലാള് കൂടുമ്പോ നാണിച്ചിരിക്കാതെ നർമ്മം വിതയ്ക്കുന്ന ഫ്രണ്ടാ. നർമ്മത്തിൻ മർമ്മം കുറിക്കാനും കർമ്മം നടത്താനും അറിവുള്ള നെറിവുള്ള ഫ്രണ്ടാ. നർമ്മത്തിൻ മർമ്മം കുറിക്കാനും കർമ്മം നടത്താനും അറിവുള്ള നെറിവുള്ള ഫ്രണ്ടാ. വേണ്ടാത്ത നേരത്ത് ബോധം കെടുന്നൊരു ബോധക്കുറവുള്ള ഫ്രണ്ടാ. വേണ്ടാത്ത നേരത്ത് ബോധം കെടുന്നൊരു ബോധക്കുറവുള്ള ഫ്രണ്ടാ. പിന്നീട് ബോധം വരും നേരം ബോധത്തെ ഓർത്തൊന്നും ഖേദിച്ചിരിക്കുന്ന ഫ്രണ്ടാ. പിന്നീട് ബോധം വരും നേരം ബോധത്തെ ഓർത്തൊന്നും ഖേദിച്ചിരിക്കുന്ന ഫ്രണ്ടാ. നാടൻ പാട്ടുകൾ ചേലില് പാടണ മണിയന്റെ നല്ലൊരു ഫ്രണ്ടാ. എന്ന് ചിരിക്കുന്ന ഫ്രണ്ടാ. എണ്ണക്കറുപ്പുള്ള ഫ്രണ്ടാ. ആ മണിയന്റെ നല്ലൊരു ഫ്രണ്ടാ. ആ മണിയന്റെ നല്ലൊരു ഫ്രണ്ടാ.